പ്രിയമുള്ളവരെ, ഇന്നലെ കൊടുങ്ങല്ലൂരിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടലെടുത്ത അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള രാമക്ഷേത്ര ഉദ്ഘാടനവും അതിനെതിരായിട്ട് അവിടുത്തെ ശ്രീനാരായണ ദർശനവേദിയും ദളിത് പിന്നോക്ക സമുദായങ്ങളും ചേർന്നുകൊണ്ട് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ആ പ്രതിഷേധ യോഗം രാജ്യത്ത് ഉടനീളം ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഭാവിക്ക് നല്ലത്. കാരണം ഇന്നത്തെ കക്ഷിരാഷ്ട്രീയ തലത്തിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒന്നാണ് സംഘപരിവാർ ശക്തികൾ ഉയർത്തിക്കൊണ്ട് വരുന്ന ബീഭത്സമായ സംഭവ വികാസങ്ങൾ. അത് നേരത്തെ ബാബുരാജ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തെ ബാധിക്കുന്നതിനേക്കാൾ ഏറെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. കാരണം ഇവരുയർത്തിക്കൊണ്ടുവരുന്ന സംഘപരിവാർ ശക്തികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന നിലപാടുകൾ ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമാണ്. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വിഷലിപ്തമായ ഒരു വടവൃക്ഷമാണ്. അതിൻ്റെ വേരുകൾ ആഴത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നേരത്തെ സനാതനധർമ്മം നമുക്കറിയാം. ബാലിയുടെ കഥ. ബാലി തപസ് ചെയ്തപ്പോൾ, ബാലി ഒരു അവർണനാണ്, ദളിതനാണ്. രാമൻ ശിരസ് ഛേദിച്ചു. അങ്ങനെ അറിവ് സമ്പാദിക്കാൻ വേണ്ടി ഏതെങ്കിലും പിന്നോക്ക വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ കർത്തവ്യം. ആ സനാതനധർമ്മം ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമാണ്. ആ ബ്രാഹ്മണ്യം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത്. മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ഒരു രാഷ്ട്രീയ വികാസം ഉണ്ടാക്കുന്നതിന് വേണ്ടി മെനഞ്ഞെടുത്ത ഒരുപാട് അജണ്ടകൾ നടപ്പാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കക്ഷിരാഷ്ട്രീയ തലത്തിൽ അത് പരിഹരിക്കപ്പെടുകയില്ല. കൂട്ടായ ശ്രമങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എവിടെയൊക്കെയോ നീതി നിഷേധങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഓടിക്കൂടി ആ നീതി നിഷേധത്തിനെതിരായിട്ടുള്ള പോർവിളികൾ ജനാധിപത്യപരമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ അംബേദ്കറുടെ ഭരണഘടന, ആ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള സാമൂഹ്യനീതി, ആ സാമൂഹ്യനീതിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ സംവരണത്തിനെതിരായിട്ടുള്ള
അവരുടെ പോരാട്ടങ്ങൾ. പക്ഷേ ജാതി സംവരണത്തിൻ്റെ ഗുണഭോക്താക്കൾ തങ്ങൾക്കെതിരെ വരുന്ന അവരുടെ സവർണരുടെ പോരാട്ടങ്ങളെ മുഖവിലക്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരോടൊപ്പം നിന്നുകൊണ്ട് തങ്ങൾ നിൽക്കുന്ന മണ്ണ് അവർ ചൂഴ്ന്നെടുത്തു കൊണ്ടുപോകുമ്പോൾ കുഴഞ്ഞു വീഴാൻ പോകുന്നത് തങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞത്? സോദരത്തേനെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശിവഗിരി. ശ്രീനാരായണ ഗുരു തപസ് ചെയ്തു, പ്രതിഷ്ഠ നടത്തി. അന്ന് ശംഭുകന്റെ അനുഭവം ഇല്ലാതെ വന്നത് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിച്ചതുകൊണ്ടാണ്. ആർഷഭാരതത്തിൽ ശംഭുകനെ പോലെയുള്ള ആളുകൾക്ക് നീതി ലഭിച്ചില്ല. മറിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടനാപരമായിട്ടുള്ള നീതി നടപ്പാക്കുന്നതിനെതിരായിട്ടാണ് സംഘപരിവാർ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ NRC വിഷയത്തിൽ നമ്മൾ കണ്ടു, കേരളത്തിൽ ആകമാനം ഒറ്റക്കെട്ടായി മുസ്ലിം സമൂഹം തങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടി ഒരുമിച്ച് കൂടിയത്. അതുപോലെ ദളിത്, പിന്നോക്ക ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത് വലിയ തോതിൽ, ഞാനൊക്കെ മാധ്യമത്തിൽ എൻ്റെ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ അതേപോലെയുള്ള ലേഖനങ്ങളും അതേപോലെയുള്ള സംഭാഷണങ്ങളും ഇതുപോലെയുള്ള മീറ്റിങ്ങുകളും കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ഉയർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ എഴുത്തുകാരി സൂചിപ്പിച്ചതുപോലെ SNDP എന്ന് പറയുന്ന ആ സ്ഥാപനങ്ങൾ, SNDPയുടെ ഓഫീസുകളൊക്കെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് RSS ആണ്. ഇത് അവിടെ മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ ഭാഗത്തും ഇത് തന്നെയാണ് സ്ഥിതി. ഈഴവരായിട്ടുള്ള ആളുകൾ ഈഴവരെ തല്ലുന്നു. ഇപ്പം നോട്ടീസ് ഇറക്കിയപ്പോൾ അവിടെ ഈഴവരാണ് അതിനെ നേരിട്ടത്, RSSകാരായ ഈഴവർ. പക്ഷേ അതിൻ്റെ ബുദ്ധി സവർണരുടെ ഇതാണ്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഇതിങ്ങനെ വിശദീകരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരെ നിങ്ങൾ തന്നെ തല്ലുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അറിവില്ലായ്മയല്ല, മറിച്ച് ഇപ്പം ഞാനൊക്കെ അവിടെ ഇതുപോലെ സംസാരിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീവ്രവാദികൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ സമുദായത്തിനുൾപ്പെടെയുള്ള, ഞാൻ വിശ്വകർമ്മ സമുദായത്തിൽ നിന്ന് വരുന്ന ആളാണ്. പക്ഷേ എൻ്റെ വിശ്വകർമ്മ സമുദായത്തിൻ്റെ ആളുകൾ, നേതാക്കന്മാർ ഇപ്പോൾ ശ്രീരാമ പ്രതിഷ്ഠ നടക്കുമ്പോൾ വിളക്ക് കത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നവരാണ്. ധീവരസഭ, SNDPയുടെ വെള്ളാപ്പള്ളി, അതുപോലെ തന്നെ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ PR ദേവദാസ്. ഒന്ന് ആലോചിച്ചു നോക്കണം. വഴി നടക്കാൻ അവകാശം തരാത്തവർ, വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശം തരാത്തവർ, എന്തിനേറെ കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ അവകാശം തരാത്തവർ, ആ ഒരു കാലഘട്ടത്തിൽ നിന്നും
ഇത്തരമൊരു ഇതിലേക്ക് ഉയർച്ചയിലേക്ക് വന്നത് ഭരണഘടനാപരമായിട്ടുള്ള ചില അവകാശങ്ങളുടെ പേരിലാണ്. അങ്ങനെ കഴിഞ്ഞകാല ചരിത്രത്തെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആർക്കു വേണ്ടിയാണ് ഇവരെ പോലെയുള്ള ആളുകൾ SNDPയുടെ വെള്ളാപ്പള്ളിയും അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ VR ദേവദാസും ധീവരസഭയുടെ ദിനകരനുമൊക്കെ ഞങ്ങളൊക്കെ വലിയ ഹിന്ദുക്കളാണ് എന്ന് ഉദ്ഘോഷിക്കുകയാണ്? ചരിത്രപരമായി ഈഴവരും ധീവരരും വിശ്വകർമ്മജരുമൊന്നും ഹിന്ദുക്കളുടെ പട്ടികയിൽ പെടുന്നില്ല. ആരാണ് ഹിന്ദുക്കൾ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വിഭാഗങ്ങളാണ്. ആ വൈശ്യശൂദ്ര വിഭാഗങ്ങൾ, ശൂദ്രരെന്ന് പറയുമ്പോൾ കേരളത്തിൽ നായന്മാരാണ്. ആ നായന്മാർ പോലും ഈ 3 വിഭാഗങ്ങളുടെ ദാസികളായിരുന്നു. നമ്മൾക്കറിയാം ചരിത്രം. അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരൊക്കെ കേരളത്തിൽ സമ്പാദിച്ചു വച്ചിട്ടുള്ള ഇവരൊക്കെ ഇവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ സ്വർഗരാജ്യമുണ്ടാകുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് RSSന്റെ ശാഖയിൽ കൃത്യമായ ക്ലാസുകൾ നടക്കാറുണ്ട്. ഇത് ചെറിയൊരു കാര്യമല്ല. രാമൻ മര്യാദ പുരുഷോത്തമനൊന്നുമല്ല. തൻ്റെ ഭാര്യയെ സംശയിച്ച അഗ്നിശുദ്ധി വരുത്തണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. തപസ് ചെയ്ത ഭാര്യയുടെ കഴുത്തരിഞ്ഞ തീവ്രവാദിയാണ്. അപ്പോ സംഘപരിവാറിന്റെ ലക്ഷ്യം സനാതനധർമ്മം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ അധികാരങ്ങളും പദവികളും സമ്പത്തും എക്കാലവും മറ്റാർക്കും വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ച് തങ്ങളുടെ ദാസന്മാരായി മറ്റാളുകൾ ഇവിടെ ജീവിച്ചു കൊള്ളണം എന്ന തിട്ടൂരമാണ് അയോധ്യയിലൂടെ നടപ്പാക്കാൻ പോകുന്നത്. പഴയ സനാതനധർമ്മം വരാൻ പോവുകയാണ്. ഇത് ഇരുളടഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അരുത് 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 എന്ന് പറയാൻ മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ദളിതുകളും പിന്നോക്കക്കാരും മറ്റിതര വിഭാഗങ്ങളുമൊക്കെ കൈകോർത്തു പിടിച്ചുകൊണ്ട് ഒന്നായിക്കൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വികൃതമായും ബീഭത്സമായ ഒരവസ്ഥയിലേക്ക് കൊണ്ട് തള്ളിവിടാൻ ശ്രമിക്കുന്ന, അങ്ങനെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന പ്രതിഷ്ഠാകർമ്മം. ആ പ്രതിഷ്ഠയിൽ ഞാനൊരു വിശ്വകർമ്മജനാണ്. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. വിഗ്രഹങ്ങൾ തീർക്കുന്ന, ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന ആ ഒരു പരമ്പരയിൽപ്പെട്ട ആണ്. പക്ഷേ ഒന്ന് പറയാനുള്ളത്, ബാബറി മസ്ജിദ് തകർത്തിട്ട് അവിടെ നിങ്ങൾ രാമക്ഷേത്രം പ്രതിഷ്ഠിച്ച് അവിടെ വെക്കാൻ പോകുന്ന വിഗ്രഹത്തിന് യാതൊരുവിധ ചൈതന്യവും ഇല്ലായിരിക്കും എന്നുള്ളത് ഉറക്കെ പറയേണ്ടതാണ്. ഒരു ചൈതന്യവും ആ വിഗ്രഹത്തിനുണ്ടാവില്ല. കാരണം പാപക്കറയാണത്, പാപമാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ പാപത്തിന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും. രാജ്യം നിങ്ങളുടേത് മാത്രമല്ല, ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന 85% രാജ്യമാണിത്. ആ രാജ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രാജ്യം വേണമെങ്കിൽ നിങ്ങൾ വേറിട്ടെടുത്തോളൂ. പക്ഷേ ഈ 85% ക്രൂശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ 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 വിളിച്ചു പറയണം. പ്രതിരോധം തീർക്കണം.
അങ്ങനെയാണ് നീതി നടപ്പാക്കേണ്ടത്. ബാബരി മസ്ജിദ് നീതിയാണ്, അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ നീതിയുടെ മുകളിലാണ് അസത്യങ്ങളുടെ അസംബന്ധങ്ങളുടെ കൂത്തരങ്ങായി മാറിയ ഒരു സംവിധാനം. ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആ സംവിധാനം കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ന്യായമായ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രക്രിയ നിങ്ങൾ ആരംഭിക്കുന്നത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പ്രതിഷ്ഠയ്ക്ക് നടക്കും, കാരണം നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. ആ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരെ തീവ്രവാദികളായി മാറ്റിക്കൊണ്ട് അവരെ ജയിലിൽ അടയ്ക്കുന്നു. നിങ്ങൾ NRC എന്ന ഭീകരമായ ഒരു നിയമം അവതരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ദളിത് പിന്നോക്ക മതന്യൂനപക്ഷങ്ങളെ ആട്ടിയോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം അംബേദ്കറുടെ ഭരണഘടന കൂട്ടിച്ചേർക്കലാണ്, പുറന്തള്ളലല്ല. നിങ്ങൾ ചെയ്യുന്നത്, സംഘപരിവാർ ചെയ്യുന്നത്, ബ്രാഹ്മണ്യം ചെയ്യുന്നത് കൂട്ടിച്ചേർക്കലല്ല, മറിച്ച് പുറന്തള്ളലാണ്. ജനാധിപത്യ വിരുദ്ധമായ പുറന്തള്ളലാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. NRC ഒരു ഭീകരമായ നിയമമാണ്. NRCക്കെതിരായിട്ടുള്ള പോരാട്ടം ഇനിയും തുടരേണ്ടതുണ്ട്. രാജ്യം ആ നിലയിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്, ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സമ്മേളനം വലിയ പ്രതീക്ഷ നൽകുന്നു. കാരണം ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ് നിങ്ങൾ. ആ വിദ്യാർത്ഥികൾ, നിങ്ങൾക്കറിയാം, JNUവിൽ നടന്ന, അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾ. സ്ത്രീകൾ മുന്നിട്ടിറങ്ങണം. JNUവിൽ നമ്മൾ കണ്ടു. അതുപോലെയുള്ള ജനാധിപത്യപരമായ മതേതരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നിങ്ങളിലൂടെ ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ബാബരിയുടെ മണ്ണിലെ ക്ഷേത്ര പ്രതിഷ്ഠ മുസ്ലിം സമൂഹത്തിന്റെ മാത്രം പ്രശ്നമല്ല,